താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിലെത്തി. ഡോക്ടർ സിസ തോമസിൻ്റെയും ഡോക്ടർ കെ ശിവപ്രസാദിൻ്റെയും നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേരള ഗവൺമെൻറ് ഹർജി നൽകിയിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവിനെതിരായിരുന്നു ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചാൻസലറായ ഗവർണറുടെ ഹർജി. അത് നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാന ആവശ്യം. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം ചട്ടവിരുദ്ധമെന്നാണ് ഈ ഹർജിയിലൂടെ സംസ്ഥാനം ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. നേരത്തെ ഹർജി പരിഗണിക്കുകയും അതിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അവരെ മുൻനിർത്തിയെങ്കിലും രണ്ടുപേരും കൈകോർത്ത് വേണം ഇക്കാര്യത്തിൽ പെരുമാറാൻ. സ്ഥിര VCകളെ നിയമിക്കുന്നത് വരെ നിലവിലെ താൽക്കാലിക VCമാർക്ക് വീണ്ടും നിയമനം നൽകാൻ, അല്ലെങ്കിൽ അവരെ വീണ്ടും ഈ സ്ഥാനത്ത് തുടരാനുള്ള ഒരു പുതിയ വിജ്ഞാപനം ഗവർണറോട് പുറപ്പെടുവിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. എന്തായാലും നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനം. രാജ്ഭവനും സർക്കാരും വളരെ അകലുന്നു എന്ന സൂചന കൂടി നമുക്ക് ഇതിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.